സ്വിംഗ് ട്രേഡിങ്ങിൽ ടെക്നിക്കൽ അനാലിസിസ് ഏതാണ് നോക്കേണ്ടത്? നമുക്കറിയാം ട്രേഡിംഗ് വ്യൂവിലാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നോക്കുന്നത്. അപ്പോൾ മേജറായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സ്വിംഗ് ട്രേഡിങ്ങിൽ ടെക്നിക്കലി നോക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ടെക്നിക്കൽ അനാലിസിസ്, എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, ഏതൊക്കെ ചാർട്ട് പാറ്റേൺ ബ്രേക്ക്ഔട്ട്സ് ആണ് നമുക്ക് നോക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ടെക്നിക്കൽ അനാലിസിസ്? നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിലൊക്കെ ചാർട്ട് വ്യൂ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ വരയ്ക്കുന്ന സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ, ക്യാൻഡിൽസ്, ചാർട്ട് പാറ്റേൺസ്, ഇതൊക്കെയാണ് ടെക്നിക്കൽ അനാലിസിസ് വരുന്ന മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യാനായിട്ട് ടെക്നിക്കൽ അനാലിസിസിൽ എന്താണ് നമ്മൾ നോക്കേണ്ടത്? നമുക്കൊരു സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ടെക്നിക്കൽ അനാലിസിസ് എന്താ? അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുക എന്നുള്ളതാണ്, അല്ലേ? എന്താണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കണം. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഓൾറെഡി അതൊക്കെ അറിയാം. അപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ആദ്യം വരയ്ക്കുക. ഇയർലി, അതുപോലെ തന്നെ മന്ത്ലി, വീക്ക്ലി, ഡെയിലി വരെ വരച്ചാൽ മതി ഷോർട്ട് ടൈം ട്രേഡിങ്ങിൽ. അതിൽ ഇൻട്രാഡേ ഒക്കെ വരുമ്പോഴാണ് ഡെയിലിക്ക് താഴെ 50 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഇയർലി വരയ്ക്കുക, 1 ഇയർ, മന്ത്ലി വരയ്ക്കുക, വീക്ക്ലി വരയ്ക്കുക, ഡെയിലി വരയ്ക്കുക. ഇങ്ങനെ ഈ ഓരോ ടൈം ഫ്രെയിമിൽ കളേഴ്സ് മാറ്റി സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ എവിടെയാണ് എൻട്രി എടുക്കുന്നത്? സാധാരണ ആൾക്കാർ എവിടെ എൻട്രി എടുക്കുന്നത്? ഏത് വലിയ ട്രേഡർ ആണെങ്കിലും അവരുടെ കയ്യിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും. സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാതെ ട്രേഡ് എടുക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്മളെങ്ങനെ ട്രേഡ് എടുക്കുന്നത്? സാധാരണ നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഇപ്പം ഇതൊരു സപ്പോർട്ടാണ്, 100 റുപ്പീസ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടാണെന്ന് വിചാരിക്കുക. ആൻഡ് 150 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊരു വീക്കിലിയോ ഡെയിലിയോ അല്ലെങ്കിൽ ഒരു മന്ത്ലിയോ സപ്പോർട്ട് ആണെങ്കിൽ 100 രൂപയ്ക്ക് ഈ ഒരു സപ്പോർട്ട് പ്രൈസിൽ നമ്മൾ എൻട്രി എടുക്കും. 100 രൂപയ്ക്ക് നമ്മൾ എൻട്രി എടുത്തു. റെസിസ്റ്റൻസിൽ ഇത് എക്സിറ്റ് ചെയ്യും. കാരണം എന്താ? ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട്, അതായത് റെസിസ്റ്റൻസ് ലെവൽ റിജക്റ്റ് ചെയ്യും നമുക്കറിയാം. അപ്പോൾ വൺസ് നമ്മൾ ഈ സപ്പോർട്ട് ലെവലിൽ നിന്ന് എൻട്രി എടുത്തു, വീണ്ടും റെസിസ്റ്റൻസ് ലെവലിൽ നമ്മളത് എക്സിറ്റ് ചെയ്തു, 50 രൂപ നമുക്ക് ലാഭം കിട്ടി. ആൻഡ് അഗെയിൻ ഇത് വീണ്ടും താഴത്തേക്ക് വന്ന് വീണ്ടും സപ്പോർട്ട് ലെവലിലെത്തി. അപ്പോൾ നമ്മൾ നോക്കി ഇപ്പോൾ സപ്പോർട്ടിലാണ്, നമുക്ക് ഒന്നുകൂടി എൻട്രി എടുക്കാം. അങ്ങനെ വീണ്ടും മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു, വീണ്ടും സപ്പോർട്ടിലെത്തി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ സപ്പോർട്ടിൽ വീണ്ടും മാർക്കറ്റ് എത്തി. എന്നാൽ ഇവിടുന്ന് വീണ്ടും എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വീണ്ടും എൻട്രി എടുത്തു, വീണ്ടും റെസിസ്റ്റൻസ് വരെ നമുക്ക് കിട്ടി. നമ്മൾ അവിടെ വീണ്ടും ഇറങ്ങി, വീണ്ടും മാർക്കറ്റ് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യാണ്. പക്ക റെസിസ്റ്റൻസും സപ്പോർട്ടും പക്ക ഫോളോ ചെയ്ത് നമുക്ക് 2 എൻട്രി നമുക്ക് കിട്ടി. വീണ്ടും റെസിസ്റ്റൻസ് നിന്ന് റിജക്റ്റ് ചെയ്തത് സപ്പോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? സപ്പോർട്ട് എത്തിയതേ, വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. സപ്പോർട്ടിൽ നമുക്ക് വീണ്ടും 100 രൂപയ്ക്ക് എൻട്രി എടുക്കാം, 150 രൂപയ്ക്ക് ഇറങ്ങാം എന്ന് വിചാരിക്കും. പക്ഷേ നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു വ്യൂവിന് വിപരീതമായിട്ട് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുക്കില്ല. അതെന്താ? സപ്പോർട്ടിൽ എത്തിയിട്ട് എന്താ സപ്പോർട്ട് എടുക്കാത്ത, അല്ലേ? ഇവിടെ സപ്പോർട്ട് എടുക്കില്ല. ഇവിടെ നിന്ന് മാർക്കറ്റ് ചട്ടപ്പെട്ടാന്ന് താഴത്തോട്ട് വീഴും. മേ ബി നമുക്ക് ഈ സപ്പോർട്ടിൽ ചിലപ്പോൾ എല്ലാവരും എൻട്രി എടുക്കണമെന്നില്ല. ഇവിടെ സപ്പോർട്ട് കണ്ടു, റെസിസ്റ്റൻസ് കണ്ടു, ഇവിടെ സപ്പോർട്ട് കണ്ടു, ഇവിടെ റെസിസ്റ്റൻസ് കണ്ടു. വീണ്ടും ഈ സപ്പോർട്ടിൽ എത്തുമ്പോഴാണ് നമ്മൾ നോക്കണത്, വീണ്ടും സപ്പോർട്ട് എത്തി, ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് 150 വരെ പോകും എന്നുള്ള ലെവലിൽ നമ്മൾ എൻട്രി എടുക്കും. പക്ഷേ വീണ്ടും ആ ലെവലിൽ സപ്പോർട്ട് എടുക്കില്ല. എന്തുകൊണ്ട് എടുക്കില്ല? ഇവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ഈ പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോർ ചാൻസ് മാർക്കറ്റ് താഴത്തോട്ട് വീഴാനാണ്. ഏത് പാറ്റേൺ ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്? മാർക്കറ്റ് ഇവിടെ വന്നു, ഇവിടെ എത്തി, റിജക്റ്റ് ചെയ്തു, വീണ്ടും ഇവിടെ എത്തി. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ടോപ്പ് ഫോം ചെയ്തു, ഇവിടെയും ഒരു ടോപ്പ് ഫോം ചെയ്തു. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ടോപ്പ് എന്ന് പറയുന്ന ചാർട്ട് പാറ്റേൺ. മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിൽ പോയി റിജക്റ്റ് ചെയ്തു, വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിൽ പോയി റിജക്റ്റ് ചെയ്തു. പിന്നെ മാർക്കറ്റ് സപ്പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വീണ്ടും സപ്പോർട്ടിൽ പോയി മാർക്കറ്റ് മുകളിൽ പോയി റിജക്റ്റ് ചെയ്യാതെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇതാണ് ഡബിൾ ടോപ്പ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഡബിൾ ടോപ്പ് പാറ്റേൺ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നത് പോലെ ഈ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ സൈഡ് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്ന ഒരു നെക്ക് ലൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ലെവലിൽ ഒരു ടോപ്പ്, 2 ടോപ്പ്, ഡബിൾ ടോപ്പ്, വീണ്ടും താഴത്തോട്ട് വന്ന് ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ലെവൽ എത്രയാണോ, ഈ ഒരു ലെവലിൽ വന്നിരിക്കുന്ന 50 പോയിന്റ്സ് ആണെങ്കിൽ അത്രയും തന്നെ ഇത് താഴത്തോട്ട് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനെയാണ് ടെക്നിക്കൽ അനാലിസിസിലെ നമ്മുടെ ഫസ്റ്റ് ചാർട്ട് പാറ്റേൺ ആയ ഡബിൾ ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വരച്ചു, അത് ശരിയാണ്. പക്ഷെ മൂന്നാമത്തെ തവണ സപ്പോർട്ടിൽ വന്നപ്പോൾ ഇത് സപ്പോർട്ട് എടുത്തില്ല, അത് അഡ്ഡപ്പടലും സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയി. ഇതാണ് നമ്മുടെ ചാർട്ട് പാറ്റേൺസിൽ ഫസ്റ്റ് ഡബിൾ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ചാർട്ട് പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ബൈ എൻട്രി എടുക്കരുത്, സെൽ എൻട്രി ആണ് എടുക്കേണ്ടത്. പക്ഷേ സ്വിംഗിൽ സെല്ലിംഗ്
സെല്ലിംഗ് പറ്റില്ല, ഷോർട്ട് സെല്ലാണ്, ഇൻട്രാഡേയിലാണ് ഷോർട്ട് സെല്ലിംഗ് പറ്റുള്ളൂ. അത് മാത്രമല്ല, അല്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചറൊക്കെ നിങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ട് വരും, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത് ഹയർ ലെവലിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനൊന്നും നിങ്ങൾ പോകേണ്ട. അപ്പം ഇങ്ങനത്തെ പാറ്റേൺ വന്നെങ്കിൽ ഇവിടെ എൻട്രി ഇല്ല. ഇതെന്താണ്? ഇത് താഴത്തോട്ട് പോകുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ്. അപ്പോൾ ഡബിൾ ടോപ്പ് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, അല്ലേ? അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉള്ള ചാർട്ട് പാറ്റേൺ അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡബിൾ ടോപ്പ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ചാടി കയറി സപ്പോർട്ടിൽ എൻട്രി എടുക്കരുത്, അത് താഴത്തോട്ട് പോകാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി അവിടെ എൻട്രി ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ആ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഡബിൾ ടോപ്പ് പറഞ്ഞത്. ഇനി നമുക്ക് ഏത് ചാർട്ട് പാറ്റേൺ വന്നാലാണ് സ്വിംഗ് ട്രേഡിങ് എൻട്രി എടുക്കേണ്ടത്? അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലാണ്. ഡൗൺ ട്രെൻഡിൽ വന്ന് ഒരു സപ്പോർട്ടിലെത്തി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ വൺസ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ വന്ന് സപ്പോർട്ടിലെത്തി, നേരത്തെ അപ്പ് ട്രെൻഡിൽ വന്നിട്ടാണ് റെസിസ്റ്റൻസിൽ റിജക്റ്റ് ചെയ്യുന്നത്, അത് നോട്ട് ചെയ്യുക. ഇത് ഡൗൺ ട്രെൻഡിൽ വന്നിട്ട് സപ്പോർട്ട് എടുക്കാണ്ട്, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡിൽ വന്നു, ഒരു സപ്പോർട്ട് എടുത്തു, അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി, ആ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും ആ ലെവലിൽ നിന്ന് സപ്പോർട്ടിലേക്ക് വന്ന് വീണ്ടും ആ ലെവലിലേക്ക് റെസിസ്റ്റൻസ് എടുത്തു. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഇവിടെ റെസിസ്റ്റൻസ് ആണ്, ഇവിടെ നിന്ന് വീണ്ടും അത് റിജക്റ്റ് ചെയ്ത് ഈ സപ്പോർട്ടിലേക്ക് വരുമെന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, അതിന് മുന്നേ 2 ഡബിൾ ബോട്ടം ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ വന്നു, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, വീണ്ടും റിജക്റ്റ് ചെയ്തു, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ഒരു 2 ഡബിൾ ബോട്ടം വന്നു കഴിഞ്ഞാൽ അടുത്തത് മാർക്കറ്റ് എത്രയാണോ, അതായത് ഈ ഒരു ലെവലിൽ 2 ഡബിൾ ബോട്ടം ഫോം ചെയ്തത് ഏത് ലെവലിലാണോ, ഇത്രയും ലെവലിലാണ് ആ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തത്. അപ്പം അത്രയും തന്നെ മുകളിലോട്ട് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ? അതായത് ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇതൊരു ബ്രേക്ക് ഔട്ട് പാറ്റേൺ ആയിരിക്കും. അതാണ് ഡബിൾ ടോപ്പ് അല്ല, ഡബിൾ ബോട്ടം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം ഡബിൾ ബോട്ടം എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിങ്ങിൽ എൻട്രി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, ടെക്നിക്കലി നോക്കുമ്പോൾ 2 ബോട്ടം ഫോം ചെയ്തു, മൂന്നാമത്തെ ബോട്ടം വരെയല്ല, അല്ലെങ്കിൽ മൂന്നാമത്തെ ലെവലിൽ റെസിസ്റ്റൻസ് റിജക്റ്റ് ചെയ്ത് സപ്പോർട്ടിലേക്ക് വരെയല്ല, ആ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്ന് മനസ്സിലാക്കുക. അതാണ് ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡർ? ഹെഡ് 2 ഷോൾഡർ, അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും ആ പാറ്റേൺ ഇരിക്കുക? യെസ്, ഇങ്ങനെയായിരിക്കും ആ ഒരു പാറ്റേൺ ഇരിക്കുക. കണ്ടോ? അതായത് 2 ഷോൾഡർ, ഒരു ഹെഡ് എന്നുള്ള രീതിയിലുള്ള പാറ്റേൺ ആയിരിക്കും ഇത്. അപ്പോൾ വൺസ് ഒരു അപ് ട്രെൻഡിൽ മാർക്കറ്റ് വന്നു, ഈ ഒരു ലെവലിൽ റിജക്റ്റ് ചെയ്തു, വീണ്ടും ആ ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയി, നമുക്ക് ബ്രേക്ക് ഔട്ട് ആവുന്നത് തോന്നി, വീണ്ടും അത് താഴത്തോട്ട് വന്ന് വീണ്ടും ഈ സെയിം ലെവൽ, അതായത് ഇതിന് മുന്നേ വന്ന ലെവലിൽ വീണ്ടും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു ലെവല് നമുക്കൊരു നെക്ക് ലൈൻ പോലെ വരയ്ക്കാം. അതായത് ഈ ഒരു നെക്ക് ലൈൻ പോലെ വരയ്ക്കാം. 2 ഹെഡ്, ഒരു ഷോൾഡർ, അവിടെ ഒരു നെക്ക് ലൈനും കൂടി ഫോം ചെയ്ത് നമുക്കത് വരച്ചിടാം. അപ്പം ഇങ്ങനത്തെ പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ ഒരു ഹെഡും ഉണ്ട്, 2 ഷോൾഡറും ഉണ്ട്. അപ്പോൾ ഈ ഹെഡ് വരെ എത്രയാണോ മാർക്കറ്റ് മൂവ് ചെയ്തത് അത്രയും തന്നെ മുകളിലോട്ടല്ല, അത്രയും തന്നെ ഇത് താഴത്തോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് കാണുമ്പോൾ മാർക്കറ്റ് ബുള്ളിഷായി ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തു. ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം അടുത്തത് ഇതിന് മുന്നേ ഇവിടെ സപ്പോർട്ട് എടുത്ത് പോയിരിക്കുന്നതാണ്, ഇത് സപ്പോർട്ടാണ്, ഇവിടെ നിന്ന് എൻട്രി എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുമ്പോൾ അത് മുകളിലോട്ടല്ല പോകുന്നത്, അത് താഴത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ എന്ത് ചെയ്യരുത്? എൻട്രി എടുക്കരുത്. ഇങ്ങനത്തെ പാറ്റേൺസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാറ്റേണിനാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത് മിസ്റ്റേക്കായിട്ട് നിങ്ങൾ എൻട്രീസ് എടുത്ത് ലോസ് വാരി കൂട്ടരുത്. പക്ഷേ ഹെഡ് ആൻഡ് ഷോൾഡർ വന്നാൽ നമുക്ക് എൻട്രി എടുക്കാം. ഏത് ഹെഡ് ആൻഡ് ഷോൾഡർ വേണം? ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ വന്നാൽ മാത്രമാണ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. എന്താണ് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ? അത് ഇങ്ങനെ ഇരിക്കുന്ന ഹെഡ് ആൻഡ് ഷോൾഡർ തല തിരിച്ച് വെക്കുക, അപ്പോഴാണ് ഇത് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആവുന്നത്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു ബെയറിഷ് ട്രെൻഡിൽ മാർക്കറ്റ് വരുന്നു, ഒരു ചെറിയൊരു ഷോൾഡർ ഫോം ചെയ്തു, ആൻഡ് ചെറിയൊരു ഹെഡ് ഫോം ചെയ്തു, വീണ്ടും ഒരു ഷോൾഡർ ഫോം ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഒരു നെക്ക് ലൈൻ ഇവിടെ കറക്റ്റായിട്ട് വരയ്ക്കുക. ഞാൻ ഇത്ര കയറ്റി വരച്ചു. ഒരു നെക്ക് ലൈൻ ഇവിടെ കറക്റ്റായിട്ട് വരയ്ക്കുക. ഈ ഒരു പോർഷൻ എത്രയാണോ മാർക്കറ്റ് മൂവ് ചെയ്ത് അത്രയോ അതിൽ കൂടുതലോ ചിലപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡർ ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. പക്ഷെ എന്നാലും നമുക്ക് ആർത്തി പാടില്ല. നമ്മൾ ഈ ലെവലിൻ്റെ അത്രയും തന്നെ ടാർഗറ്റ് വെച്ച് ഇതിറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. റീസെൻ്റ്ലി വന്ന ഒരു യഥാർത്ഥ ഹോസ്പിറ്റൽസ് എന്ന ഒരു സ്റ്റോക്ക്, അതുപോലെ തന്നെ എന്തായാലും എനിക്ക് ഓർമ്മയില്ല, എൻ്റെ കയ്യിൽ എൻട്രി ഉണ്ടായിരുന്നു.
ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി 1-2 സ്റ്റോക്കിൽ ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അതുപോലെ തന്നെ എനിക്ക് നവ ലിമിറ്റഡ് അങ്ങനെ 1-2 ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ. ഇത് ഞാൻ നന്നായിട്ട് നോക്കുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ്, ഒരു ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത്. ഞാൻ മാത്രമല്ല, സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന എല്ലാ എക്സ്പേർട്സ് നോക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെഡ് വേണമെങ്കിൽ നിങ്ങളുടെ SL ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ല വേണമെങ്കിൽ നെക്ക് ആയാലും കൊടുക്കാം. അത് നിങ്ങളുടെ റിസ്ക് റിവാർഡ് അനുസരിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അതായത് എപ്പോഴും ഒരു 1:5 റിസ്ക് റിവാർഡിലെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് കിട്ടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് എപ്പോഴും ബ്രേക്ക്ഔട്ട് ആവണമെന്നില്ല. ചിലപ്പോൾ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വന്ന് ഇറങ്ങുക. മാക്സിമം സ്റ്റോപ്പ് ലോസ് വരാതിരിക്കാറുണ്ട്. ഇപ്പോൾ ഞാനൊരു JM ഫിനാൻഷ്യൽസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഞാൻ എൻട്രി കൊടുത്തിരുന്നത്. അത് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ അല്ല, ജസ്റ്റ് ഒരു സിമെട്രിക് ട്രയാങ്കിൾ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത് എനിക്ക് തോന്നുന്നു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 150 ലെവലൊക്കെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത്. പക്ഷേ 163 ലെവലിൽ നിന്ന് വളരെ മുകളിലേക്ക് 195 ഒക്കെ JM ഫിനാൻഷ്യൽസ് എത്തിയിരുന്നു. അപ്പം ആ ഒരു ലെവലിലേക്ക് JM ഫിനാൻഷ്യൽസ് വന്നു. ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു 7% JM ഫിനാൻഷ്യൽസ് വീണിട്ടുണ്ട്. അതായത് അതിൻ്റെ ആ ഒരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞു. അപ്പോൾ അത് ഇറങ്ങേണ്ട സമയമായി, നമ്മുടെ ടാർഗറ്റ് തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ചാർട്ട് പാറ്റേൺ ഇൻ സ്വിംഗ് ട്രേഡിംഗ്. ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ ചാർട്ട് പാറ്റേണിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് തീർക്കണമെന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഓഫീസ് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ AC ഒക്കെ ഊരിക്കൊണ്ടുപോയി. അതുകൊണ്ട് ഇവിടെ ഭയങ്കര ചൂടാണ്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ചാർട്ട് പാറ്റേൺസ് കണ്ടുപിടിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് ചെറിയൊരു ബെയറിഷ് മോഡലായതുകൊണ്ട് സ്വിംഗ് ട്രേഡേഴ്സ് ഒന്നും അത്ര ആക്റ്റീവ് അല്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഈ ഒരു സീരീസ് ചെയ്തു എന്നേ ഉള്ളൂ. ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും ഇതൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ഈ ഒരു സമയം ഉപയോഗിക്കുക.